പഴയകാല നാടക സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്രം ഭാരവാഹിയുമായ വെള്ളാറ്റഞ്ഞൂർ എം.ജി.എസ്. നായർ അന്തരിച്ചു. ഗ്രാമീണ നാടക കലാപ്രവർത്തനം വെള്ളാറ്റഞ്ഞൂരിൽ നിലച്ചുപോയ ഘട്ടത്തിൽ തുടർ പ്രവർത്തനങ്ങളിലൂടെ സജീവമാക്കിയതിൽ പ്രമുഖനായിരുന്നു എം.ജി.എസ്. നായർ. ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ നാഴികക്കല്ലാണ് കലാപ്രവർത്തനങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് എം.ജി.എസ്. ഉപഭോഗ സംസ്കാരവും പുത്തൻ സാമ്പത്തിക ശാസ്ത്രവും പഴയ കാലഘട്ടത്തിൽ വെല്ലുവിളികളായിരുന്നുവെങ്കിലും അത് അതിജീവിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു. ഉത്സവപ്പറമ്പുകളിലും മറ്റു ഗ്രാമീണ ഉത്സവങ്ങളിലും നിറഞ്ഞു നിന്ന ഗ്രാമീണ നാടകങ്ങൾക്കു പകരം പ്രൊഫഷണൽ നാടകങ്ങൾ സ്ഥാനം പിടിക്കും മുമ്പാണ് നാടക പ്രവർത്തനം ഹരമായി കൊണ്ടു നടന്നിരുന്ന വെള്ളാറ്റഞ്ഞൂർ മഠത്തിൽ ശങ്കരൻകുട്ടി നായർ എന്ന എം.ജി.എസ്. നായർ നാടകരംഗത്തെത്തുന്നത്. 1960-ൽ ആദ്യം നടനായും പിന്നീട് നാടക രചയിതാവും സംവിധായകനുമായി നാടകരംഗത്ത് നിറഞ്ഞു നിന്നു. വെള്ളാറ്റഞ്ഞൂർ മഹിളാ സമാജം ഉദ്ഘാടനവുമായുണ്ടായ തർക്കമാണ് സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്യാനുള്ള പ്രേരണയുണ്ടാക്കിയത്. തൊട്ടടുത്ത സ്കൂളുകളായ എരുമപ്പെട്ടി, വേലൂർ, ചൂണ്ടൽ തുടങ്ങിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി ഏകാംഗ നാടകങ്ങൾ എഴുതി. വടക്കാഞ്ചേരി ബ്ലോക്ക് തലത്തിൽ കിരാലൂരിൽ നടന്ന 7 ദിവസ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പുലിയന്നൂർ കേന്ദ്രമാക്കി അമ്പിളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകി. ജീവിതത്തിന്റെ യൗവനകാലം മുഴുവൻ നാടക പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച എം.ജി.എസ്. തുടർന്നുള്ള കുറച്ചു വർഷം ജീവിത പ്രശ്നങ്ങൾ മൂലം നാടകരംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റും ഭരണസമിതി രക്ഷാധികാരി, വെള്ളാറ്റഞ്ഞൂർ NSS കരയോഗം പ്രസിഡന്റ് എന്നീ നിലയിലും ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർ എന്ന നിലയിലും പ്രവർത്തിച്ചു. നാടകരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേലൂർ ഈഫ് ക്രിയേഷൻസ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അസുഖം മൂലം വിശ്രമത്തിലായിരുന്നുവെങ്കിലും നിലച്ചുപോയ നാടക പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിന്റെ വിശ്രമവേളയിലും വീണ്ടും നാടകമെഴുതി പുതുജീവൻ പകരാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. വടക്കേക്കാട് പഞ്ചായത്ത് അംഗമായിരുന്നു ഭാര്യ ചന്ദ്രമതിയമ്മ. ജയപ്രകാശ്, രാജേഷ്, രജനി തുടങ്ങിയവരാണ് മക്കൾ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും.